2 ദിവസം പെട്ടെന്ന് തീർന്ന പോലെ തോന്നിയിട്ടോ. 2 ദിവസം തികച്ചില്ല നീനുവിന്. കാരണം ബുധനാഴ്ച വൈകുന്നേരം ഒരു 5, 5:30ക്കാണ് വീട്ടിലെത്തുക. അവളവിടെ 4 മണിക്ക് ഡ്യൂട്ടി നിർത്തിയിട്ട് 4 മണിയായപ്പോഴേക്കും ഓളപ്പ പോയി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേന്ന് വ്യാഴാഴ്ച ഫുള്ളായിട്ട് ഒഴിവ്. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ പോവാണ്. രാവിലെ തന്നെ ഒരു 7:00ക്ക് ഇവിടുന്ന് ഇറങ്ങുന്നുണ്ട്. 9 മണിയാകുമ്പോഴേക്കും ഡ്യൂട്ടി കയറണം കേട്ടോ. അപ്പോൾ 8:45 ആകുമ്പോഴേക്കും അവിടെ എത്തണം. അതുകൊണ്ട് തന്നെ 7:00ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇനി എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു ഇത്തിരി സമയം നമ്മളുടെ ഒന്ന് കരുതണമല്ലോ. 1 മണിക്കൂർ മതി അങ്ങോട്ട് യാത്രക്ക്. ബൈക്കിലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും വെട്ടിച്ചൊക്കെ ഇങ്ങനെ പോകാമല്ലോ. കാറൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് എന്താ പറയുക കുറേ ബ്ലോക്കിലൊക്കെ വിടുക. ബൈക്കാകുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഉള്ളിലൂടെയൊക്കെ എല്ലായിടൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ എത്താം. അപ്പോൾ 1 മണിക്കൂർ കൊണ്ടൊക്കെ എത്താം. പക്ഷേ എന്തെങ്കിലും ഇനി പ്രശ്നങ്ങളൊന്നും വേണ്ടെന്ന് കരുതിയിട്ട് കറക്റ്റ് സമയത്തിന് ഏർക്ക് തന്നെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നലെ അവൾ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഷർട്ട്. 2 ഷർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് രാവിലെ കൊടുത്ത് വൈകുന്നേരം തന്നെ കിട്ടി കേട്ടോ. ഒന്ന് കിട്ടി. അപ്പോൾ എന്താ പറയുക ഇട്ട് നോക്കിയപ്പോൾ കുറച്ചൊരു ലൂസായിരുന്നു. പക്ഷേ ഞാൻ കരുതി അലക്കുമ്പോൾ ഒന്ന് ചുരുങ്ങുമല്ലോ, അപ്പോൾ റെഡി ആവുമായിരിക്കും എന്ന് കരുതി. പക്ഷേ അലക്കി ഉണക്കി അയൺ ചെയ്താണ് ഇപ്പോൾ കൊടുത്തത്. പക്ഷേ എന്നാലും കുറച്ചൊരു ലൂസ് ഉണ്ട്. ഞാൻ പറഞ്ഞ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത് തരാം, കുറച്ചൊന്ന് ഷേപ്പാക്കി തരാം ഇപ്രാവശ്യം. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ്. കാരണം വൈറ്റ് ആണല്ലോ അവൾ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്നതായതുകൊണ്ട്, ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നതും ആയതുകൊണ്ട് പിന്നെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നല്ല വൃത്തിയിലൊക്കെ നമുക്ക് വൈറ്റ് ഇടുമ്പോൾ ഒരു വൃത്തിയാണല്ലോ. പാൻറ്റ് പിന്നെ ഏത് കളറായാലും കുഴപ്പമില്ല. ഷർട്ട് വെള്ള തന്നെ വേണം കേട്ടോ. ഇപ്പോൾ ഒന്ന് തയ്ച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഒന്നും കൂടി തയ്ച്ച് കിട്ടാനുണ്ട്. ഇനി ഒന്നും ഉള്ളത് ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ 3 ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് അവിടുന്ന് ചെറുതായിട്ടൊന്ന് ഒലിമ്പിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ ഇട്ട് പോകാമല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് പോകുന്നത്. പോകുമ്പോൾ ചെറുതായിട്ട് സങ്കടമൊക്കെ ഉണ്ട്. പിന്നെ ഞാനിങ്ങനെ എന്താ പറയുക ഒരു ഇതിലിങ്ങനെ നിൽക്കും കേട്ടോ. കാരണം ഞാനും കൂടി ഒന്ന് സങ്കടമായി നിന്നാൽ പിന്നെ അവൾക്ക് പോകുമ്പോൾ ഭയങ്കര ഒരു വിഷമമായിരിക്കും. ഞാൻ പിന്നെ എന്താ പറയുക ഒരു സ്ട്രോങ്ങിലിങ്ങനെ നിൽക്കും കേട്ടോ അവളെ മുന്നിൽ. നമുക്ക് നല്ല വിഷമമുണ്ട്. നമുക്ക് മുഖം കണ്ടാൽ അറിയാം രാവിലെ മുതൽ തന്നെ ഒരു സാഡായി ഇങ്ങനെ നടക്കുകയാണ്, നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അവൾ പോയി കഴിഞ്ഞാൽ ഞാൻ വേഗം മുകളിലേക്ക് പോകുന്നുണ്ട്. അടുക്കളയ്ക്കും ഇതിനൊന്നും പോയില്ല. വേഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നു. കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഞാനിതൊക്കെ ചെയ്യണത് ഒരു നല്ലതാണെന്ന്. കാരണം മക്കളൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഓരോന്ന് വെറുതെ ആലോചിച്ചുകൊണ്ട് സത്യമായിട്ട്. പിന്നെ മോള് ഹോസ്റ്റലിൽ പഠിച്ചിരുന്ന കാലം, ഓള് +1 +2 ഹോസ്റ്റലിൽ നിന്നായിട്ടായിരുന്നു കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൂത്ത മോളാകുമ്പോൾ തന്നെ വലിയ മക്കളോടാവില്ല നമ്മൾ കൂടുതൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക, സംസാരിക്കുക ഒക്കെ. ഓളാണെങ്കിൽ പ്രത്യേകിച്ചും ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് അവൾ മാനത്ത് കാണുന്ന ഒരാളായിരുന്നു കേട്ടോ. ഞാൻ എന്താണോ വിചാരിക്കുന്നത് അവൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു മോളൂന്. അപ്പം എന്തോ ഒരു പക്വതയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഓളായിട്ട് കൂടുതൽ ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വലിയ മക്കളോട് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കണം അവരോടാവുമല്ലോ. അപ്പം അവൾ പോയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര 2-3 മാസം ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെയാണ് ഞാൻ സ്റ്റിച്ചിങ് ചെയ്തു കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ വെയിറ്റ് 94.75 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞ് താഴേക്ക് വന്ന് വെയിറ്റ് നോക്കിയത് അപ്പോൾ 94 ആയിട്ടുണ്ട്. നമ്മൾ 95 ആയിരുന്നു കഴിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടത്. 95.4 ആയിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു 700 ഗ്രാമോളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെയിറ്റിൽ കുറേ മാറ്റമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ പോയിട്ട് ഒരു ഗ്ലാസ് ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിന് കാരണം വെച്ചാൽ മോളും അങ്ങനെ ഹോസ്റ്റലിൽ പോയപ്പം എന്താ പറയുക എനിക്ക് കുറച്ച് താമസം എടുത്തു. ഞാൻ മാനസികമായിട്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് കുറച്ച് താമസം എടുത്തു. വെറുതെ കരയുക, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരിക, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെയാണ് ഞാൻ തയ്ക്കാനും ഇതൊക്കെ തുടങ്ങിയതും പിന്നെ കൂടുതൽ കാര്യങ്ങളിൽ എൻഗേജ് നമ്മളതായിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തണം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടോ. കാരണം 1, 3 പെൺകുട്ടി ആൺകുട്ടി എന്നുള്ളത് പറയല്ല. ആൺകുട്ടികളാകുമ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ആൺകുട്ടികളും ഒക്കെ കണക്ക് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ആങ്ങളായാലും കുറേ കാലം ബാംഗ്ലൂരും പിന്നെ ഹൈദരാബാദ്, ബോംബെ അവിടെയൊക്കെ വർക്ക് ചെയ്ത് വീട്ടിലുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ മക്കളുടേതായിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ വിട്ട് നിൽക്കണമല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ജോലിയും കാര്യങ്ങളൊന്നും അവർക്ക് റെഡി ആവില്ല. പിന്നെ അല്ലെങ്കിൽ വല്ല ഓട്ടോറിക്ഷ ഓട്ടാനോ അല്ലെങ്കിൽ ബസ് ഓട്ടാനോ അങ്ങനെയൊക്കെ പോകേണ്ടി വരും. അപ്പോൾ നല്ല വിദ്യാഭ്യാസം നല്ല രീതിയിൽ ജോലിയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിട്ട് മാറി ജീവിക്കാൻ തന്നെ വേണ്ടി വരില്ലേ. അപ്പം എന്തായാലും ഇപ്പോൾ മോള് പോയെന്നേ ഞാനൊരു പാഠം പഠിച്ചതാണ് കേട്ടോ. ഇനി നമ്മളതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മൾ ചെയ്യണം എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ മക്കൾ ഓരോന്നോരോന്ന് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ മാനസികമായിട്ട് നന്നായിട്ട് തളരും. അപ്പോൾ അങ്ങനെയാണ് സ്റ്റിച്ചിങ് കാര്യങ്ങൾ. ഇപ്പോൾ പിന്നെ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും കാര്യവും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉള്ളതുകൊണ്ട് അതിൽ ഞാൻ കൂടുതലാണ്ട് നിൽക്കൂട്ടോ. കൂടുതൽ നേരമൊക്കെ ഇതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് സമയം കളയും. അപ്പോൾ എനിക്ക് ആലോചന കുറേ കുറവാകും. പിന്നെ ഒരു 6 മണി കഴിഞ്ഞാൽ നീനും അങ്ങനെ വിളിക്കും, വീഡിയോ കോൾ ചെയ്തിട്ട് ഒരുപാട് നേരം സംസാരിക്കും. ഇപ്പം മോള് ഹോസ്റ്റലിൽ പോയെന്ന് എന്താ വെച്ചാൽ അവൾ +1 +2 പഠിക്കാൻ പോവുകയാണല്ലോ. അതുകൊണ്ട് അവിടെ ഫോണൊന്നും അലൗഡ് അല്ലായിരുന്നു. അവിടെ ഒരു സംഗതി ഇല്ലായിരുന്നു. ആഴ്ചയിൽ 2 പ്രാവശ്യം വിളിക്കുള്ളായിരുന്നു കേട്ടോ. അത് 2 ദിവസം വിളിക്കാൻ അതും 5 മിനിറ്റ് സമയം അങ്ങനെയൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അങ്ങനെയാണല്ലോ. ഇതിപ്പോൾ ജോലിക്ക് പോയതുകൊണ്ട് തന്നെ അവൾക്ക്
9 മണി വരെ വിളിക്കുക, രാവിലെ 9 മണി വരെ വിളിക്കുക. 9 മണിക്ക് അവൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഫോണ് പിന്നെ എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ 6 മണിക്ക് ഇറങ്ങിയതിന് ശേഷം ഫോൺ എടുക്കുക. അപ്പോൾ അവൾ ഹോസ്റ്റലിൽ എത്തിയതിന് ശേഷം ഇനി വീഡിയോ കോൾ ചെയ്ത് ഒരുപാട് നേരം കിടക്കുവോളം വീഡിയോ കോൾ ചെയ്യും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അത്ര നമുക്ക് മിസ്സിങ് കാര്യങ്ങൾ കിട്ടുന്നില്ല, ഒരു സമാധാനമുണ്ട്. പിന്നെ 6 ദിവസം കഴിഞ്ഞ് 7-ാമത്തെ ദിവസം എത്തുമല്ലോ എന്നൊക്കെ. അപ്പോൾ എൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ വെറുതെ ഇരുന്ന് ആലോചിക്കുന്നതൊക്കെ ഇല്ലാതാക്കുന്നത് എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യണതുകൊണ്ടാണ് കേട്ടോ. ഓരോ സ്റ്റിച്ചിങ് ആയിട്ടും പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ എടുത്തിട്ട് അതിന് വേറെ ചാനലുണ്ടല്ലോ, അപ്പോൾ അത് എഡിറ്റ് ചെയ്യുക, അതിന് വോയിസ് എടുക്കുക, അത് അപ്ലോഡ് ആക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനലിലേക്കുള്ള വീഡിയോ എടുക്കുക, അത് എഡിറ്റ് ചെയ്യുക. ഒരു ഇത്തിരി നേരം ഞാൻ വെറുതെ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടാവും. ഈ ഫോൺ ഉണ്ടായാലും ഞാൻ അപ്പോൾ എഡിറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാൻ കൂടുതൽ ആലോചിച്ച് നിൽക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രിയാകുമ്പോൾ പെട്ടെന്ന് ടയർഡാവും, ഉറങ്ങും, അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ എന്താ പറയുക, ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചപ്പോൾ എൻ്റെ മൂപ്പര് വന്നു. 1 മണിക്കൂർ അങ്ങോട്ട് 1 മണിക്കൂർ ഇങ്ങോട്ട്. ഞാൻ പിന്നെ കുറേ നേരം സ്റ്റിച്ച് ചെയ്യാൻ കയറിയിട്ട് ഞാൻ ഒരു 1.5 മണിക്കൂർ തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സമയം അങ്ങനെ പോയി. ഇപ്പോൾ പിന്നെ ഇവിടെ ചൂടൊക്കെ ആകുമ്പോൾ ചായയൊക്കെ ഇറങ്ങി പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് പിന്നെ അടിച്ച് വരാനൊക്കെ നിന്നത് കേട്ടോ. ഇപ്പോൾ 2 ദിവസം നീന് വന്ന് 2 ദിവസം ഞാൻ എന്താ പറയുക മുറ്റത്തേക്ക് അങ്ങനെ ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അടിച്ച് വരാമെന്ന് രാവിലെ ബുധനാഴ്ച അവൾ വന്നിട്ട് നമ്മൾ രാത്രി മഞ്ചേരിക്ക് പോയില്ലേ. മഞ്ചേരി പോയി പിന്നെ ലേറ്റായി വന്ന് വ്യാഴാഴ്ച രാവിലെ എഴുന്നേൽക്കാനും ലേറ്റായി. പിന്നെ വേഗം ഫുഡ് ഉണ്ടാക്കി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയതുകൊണ്ട് മുറ്റത്തേക്കൊന്നും ഇറങ്ങാനും അടിച്ചു വരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ പോയപ്പോൾ ഞാൻ കരുതി വെള്ളിയാഴ്ചയാണ്. അപ്പോൾ എനിക്ക് വെള്ളിയാഴ്ച പ്രത്യേകിച്ച് മുറ്റം അടിച്ച് വരാൻ ഞാൻ എന്തോ പോലെ കേട്ടോ. അത് ആദ്യം ഇങ്ങനെ ശീലമാവുമല്ലോ. അധികം കച്ചറയൊന്നും മുറ്റത്തില്ലെങ്കിലും എന്താ പറയുക, ജസ്റ്റ് ഒന്ന് ചൂലുകൊണ്ടൊന്നും ഇങ്ങനെ ആക്കഞ്ഞാലും നമുക്ക് എന്തൊക്കെ പോലെയാണല്ലോ. അപ്പോൾ ഞാൻ മുറ്റമൊക്കെ ഒന്ന് ചുറ്റോടിറ്റൊന്നല്ല, ഞാൻ ചിലപ്പോൾ ഇതാ മുൻഭാഗം നന്നാക്കി അടിച്ചു വരാണെങ്കിൽ പിന്നെ ഒരു മറ്റേ സൈഡിൽ നമ്മൾ അലക്കി ഇടുന്ന സൈഡ് ഞാൻ ചിലപ്പോൾ തുണികളൊക്കെ വിരിച്ചിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ അടിച്ചു വാരില്ല കേട്ടോ. പിന്നെ അവിടെ അധികം അടിച്ചു വാരാ എന്താ പറയുക, ഉണങ്ങിയ തുണി എടുത്ത് പോരുമ്പോൾ അവിടെ ഫ്രീ ആവുമല്ലോ, അപ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോഴാണ് ഞാൻ അധികം അവിടെ ആ ഭാഗം അടിച്ചു വരാം. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഓരോ കാര്യങ്ങളൊക്കെ കൂടെ ഒരുമിച്ചൊന്നും ഞാൻ ചെയ്യില്ല കേട്ടോ. ഇപ്പോൾ ക്ലീൻ ചെയ്യുക അങ്ങനെയൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നോമ്പിൻ്റെ പണിയൊക്കെ ആണെങ്കിൽ ഓരോ റൂം ഓരോ ഏരിയ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. എല്ലാം പാട് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ടയേർഡായി പിന്നെ ഒന്നിനും പറ്റാത്ത രീതിയിൽ കിടക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഓരോ പ്ലാനായിട്ട് എടുത്തിട്ട് ഇന്ന് അവിടെ ചെയ്യാം, ഇന്ന് ഇവിടെ ചെയ്യാം, അങ്ങനെ വീട് മൊത്തത്തിൽ അങ്ങനെ കുറേശ്ശെ വൃത്തിയാക്കി ഇങ്ങനെ എടുക്കുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ദോശയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എന്താ പറയുക, എൻ്റെ ഹസ്ബൻഡിനുള്ളത് വേഗം വന്ന പാടെ തന്നെ ഞാൻ ചുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുമ്മു എണീറ്റ് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മദ്രസ ഇല്ലാത്തതുകൊണ്ട് നല്ല പോത്തോലും ഉറങ്ങുകയാണ്. പിന്നെ ഇന്നൊരു ദിവസമല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ വെച്ചിട്ട് ഞാൻ പിന്നെ വിളിക്കാനും പോയില്ല. അവൾ നീനും പോണതൊന്നും ഇതുമ്പോൾ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അവൾ എഴുന്നേറ്റ് വന്ന് എന്നോട് ഇങ്ങനെ ഫുഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവൾക്ക് ദോശ ചുട്ട് കൊടുക്കുകയാണ്. 2-3 ദോശ ചുട്ട് കൊടുത്തപ്പോൾ ഈ ഒരു പാത്രം നിറച്ചും ദോശമാവ് ഉണ്ട് കേട്ടോ. കാരണം ഞാൻ അന്ന് ഒരു ബുധനാഴ്ച കേട്ടു മോളൊക്കെ വന്ന അന്ന് ഞാൻ അന്ന് അവിടെ നിൽക്കും കരുതി നീനൊക്കെ ഉണ്ടാവും കരുതിയിട്ട് ഞാൻ അരി ഉഴുന്ന് വെള്ളത്തിലിട്ടതായിരുന്നു കേട്ടോ. അന്നാണെങ്കിൽ ഇടിയും മഴയൊക്കെ പെയ്തിട്ട് കറണ്ടും പോയി, ദോശമാവ് അരക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ എന്താ പറയുക, പിന്നെ മഞ്ചേരിക്ക് പോയി വന്നപ്പോൾ 1 മണിയായി. അപ്പോൾ ഞാൻ വേഗം ഈ വെള്ളത്തിലിട്ട അരി ഞാൻ വേഗം ഫ്രിഡ്ജിലേക്ക് അങ്ങനെ വെച്ചു. അപ്പോൾ പിന്നെ വ്യാഴാഴ്ച പൊറാട്ടയും ഇതൊക്കെ കൊണ്ടുവന്നു. ഇന്നലെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, പൊറാട്ടയൊക്കെ വീഡിയോയിൽ നിന്ന് കൊണ്ടുവന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം അരച്ച് വെച്ചതാട്ടോ. അപ്പോൾ കുറേ മാവുണ്ട്. കാരണം നമ്മൾ അത്രയും വെള്ളത്തിലിട്ടിട്ടുണ്ട്, എല്ലാവരും ഉണ്ടാവും കരുതിയിട്ട് വെള്ളത്തിലിട്ടതാണ്. പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ളത് ഞാൻ പിന്നെ ദോശ അങ്ങനെയൊന്നും അരിഭക്ഷണം കഴിയുന്നത് ഒഴിവാക്കലാണ്. അപ്പോൾ ഞാൻ കഴിക്കുന്നില്ല. മൂപ്പർക്ക് 2-3 ചുട്ടെടുത്തു. അപ്പോൾ ഇതുമൂന്ന് 2-3 ചുട്ട് ബാക്കിയുള്ള മാവൊക്കെ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് കയറ്റാണ്. ഇനി നമുക്ക് ഒരാഴ്ച ചുടാനുള്ള മാവ് അതിലുണ്ട് കേട്ടോ. ഒരാളിപ്പോൾ നീനും മോള് പോയപ്പോൾ തന്നെ ഇവിടെ ഫുഡിനൊന്നും എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് നീനുവിനോട് പറഞ്ഞു കേട്ടോ, ഇനി ഈ ഒരാൾ പോയതിന് ഇവിടെ ഫുഡ് കുറച്ച് എന്താ ഇപ്പോൾ ഇത് സംഭവം എനിക്ക് മനസ്സിലാവില്ല. കാരണം അവൾ അങ്ങനെ അതിൽ മാത്രം കഴിക്കുന്ന ആളൊന്നല്ല. എന്നാലും എന്താണെന്നറിയില്ല. ഇപ്പോൾ ഇതാ രാവിലത്തെ ഫുഡൊന്നും അധികം ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നീനും 1 മാസമായിട്ട് മഞ്ചേരി ജോലിക്കൊക്കെ പോണതുകൊണ്ട് അപ്പം തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം തന്നെ ഉച്ചക്ക് ഉണ്ടാവാനുള്ള ഫുഡും ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ തിരക്കായതുകൊണ്ടാവും
ഇപ്പം അവൾ ഒന്നും ഒരു പണിയില്ലാത്ത പോലെയൊക്കെ തോന്നും കേട്ടോ. രാവിലെ അങ്ങനെ എന്നെ ഇതും ഇതാ എഴുന്നേറ്റ് വന്ന് ഫോണുമ്മേൽ അങ്ങോട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നേരം ഫോൺ കൊടുക്കും. പിന്നെ ടി വി ഇല്ലാത്തതുകൊണ്ട് ടി വി അങ്ങനെ ടി വി ഉണ്ടെങ്കിൽ ഞാൻ പറയും എപ്പോഴും ഉളപ്പാനോട് ടി വി ഉണ്ടെങ്കിൽ മക്കളായ്മ പൊയ്ക്കോളൂ, ഈ ഫോണുമ്മേൽ ഇങ്ങനെ കടന്ന് കുത്തി മറണ്ടല്ലോ. ടി വി ആണെങ്കിൽ ഇവിടെ അമ്മക്ക് സുഖമില്ലാത്ത എന്താ കാലത്ത് ഇങ്ങനെ ടി വി ഇങ്ങനെ വർക്ക് ചെയ്യണ്ടല്ലോ എന്ന് കരുതി ഇമ്മ സുഖമില്ലാതെ ഇങ്ങനെ കുറച്ച് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ഇങ്ങനെ ടി വി അത് കൊടുത്തു കേട്ടോ. കുറച്ച് കേടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് പുതിയത് വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് കൊടുത്തതാണ്. പിന്നെ അങ്ങനെ ഇപ്പോൾ 10 കൊല്ലമായി ഇപ്പോഴും പുതിയത് വാങ്ങിയിട്ടില്ല കേട്ടോ. അതിൽ പിന്നെ അതിൻ്റെ ഇടയിൽ മോള് 10ാം ക്ലാസ്സിലെത്തി. 10ാം ക്ലാസ്സിലല്ലേ എന്ന് കരുതി വാങ്ങിയില്ല. പിന്നെ അത് കഴിഞ്ഞ് നീനു 10ാം ക്ലാസ്സിലെത്തി. അപ്പോൾ അത് കഴിയട്ടെ എന്ന് കരുതി അങ്ങനെ ഇപ്പോൾ ടി വി ഇല്ല. അപ്പോൾ ടി വി ഉണ്ടെങ്കിൽ കുറേ ഇതും അയിമ പോകും. പിന്നെ ഫോണല്ലാതെ വേറെ വഴി ഇല്ലല്ലോ. അങ്ങനെ പിന്നെ അവൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ എന്താ പറയുക വീടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നിന്നു കേട്ടോ. മുൻഭാഗമൊക്കെ ഒന്ന് ആദ്യം അടിച്ചു വാരി പിന്നെ ഇവിടെയൊക്കെ അപ്പോൾ ഇതും ഇങ്ങനെ പറയുന്നുണ്ട് ബിരിയാണി വെക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇന്ന് നീനുവിനാണെങ്കിൽ അവിടെ ബിരിയാണി ആവട്ടോ. എന്താ പറയുക അവിടെ എല്ലാ വെള്ളിയാഴ്ചയും ബിരിയാണിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഇതുമ്മ പറയുന്നതല്ലേ, ഞാൻ ആദ്യം ആരുമില്ലല്ലോ ആരുമില്ലാതെ നമുക്കിങ്ങനെ ബിരിയാണി വെക്കണോ ഇനി പിന്നെ ഓലൊക്കെ വരട്ടെ വരുമ്പോൾ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് മതി വെച്ച് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഉളപ്പിച്ചാണ് വെച്ചാളാ ഞാൻ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചിക്കനും പിന്നെ മല്ലിച്ച പുതിന തൈരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എന്നാൽ കുറച്ച് ബിരിയാണി വെക്കാൻ 2 ഗ്ലാസ് കുറേ കാലമായി ഞാൻ ഇങ്ങനെ കുറച്ചൊക്കെ വെച്ചിട്ട് കേട്ടോ. 2 ഗ്ലാസ് അരി എടുത്ത് പിന്നെ ഈ ചിക്കനൊക്കെ കൂടെ നിർത്തിട്ടില്ല, ഒരു 5-6 പീസ് മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് മസാല തേച്ചിട്ട് അതും വെച്ച് ഇത്തിരി ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഞാനും അധികം കഴിക്കണ്ടല്ലോ എന്ന് കരുതി ബിരിയാണി ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുമല്ലോ. അപ്പോൾ അത് വേണ്ടെന്ന് കരുതി ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ട് കുറേ കാലത്തിന് ശേഷം കുറച്ച് ബിരിയാണി ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ബിരിയാണിക്ക് ആവശ്യമുള്ള കുറച്ച് വലിയ പീസൊക്കെ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടൊന്ന് മസാല തേച്ച് അങ്ങോട്ട് വെച്ചു. ബാക്കിയുള്ള ചിക്കന് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കറിക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എന്താ പറയുക കറി വെക്കണമെങ്കിൽ എടുക്കാം, പൊരിക്കണമെങ്കിൽ എടുക്കാം, അങ്ങനെയൊക്കെ കരുതിയിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഉപ്പ് മഞ്ഞളും തേച്ചിട്ട് ഫ്രീസർക്ക് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് അപ്പോൾ ഞാൻ ബിരിയാണിയൊക്കെ ദമ്മിട്ട് ബിരിയാണി ഞാൻ എടുക്കുന്നത് ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതെന്തായാലും നാളെ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ആക്കാൻ ഒരു ഷോർട്സ് ആയിട്ട് ഇങ്ങനെ കാണിക്കാമെന്ന് കരുതി. ബിരിയാണി ഒരു തട്ടിക്കുട്ടി ബിരിയാണി അങ്ങനെ വലിയ രീതിയിലുള്ളതൊന്നുമല്ല, ഒരു 2 ഉള്ളി 2 തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ബിരിയാണി അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടല്ല. ആരും ഇല്ലാഞ്ഞിട്ട് എന്തോ എനിക്കറിയില്ല, എന്തോ ഉണ്ടാക്കാനും ഒരു ഉന്മേഷവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടും മണം കേട്ട് ഇതുമ്മ വന്നതാണ്. ഞാൻ ദമ്മ് പൊളിക്കണ മണം കേട്ടിട്ട് അപ്പോൾ പള്ളിയിൽ പോയിട്ടുണ്ട്. മൂപ്പരും ഒരു 12 മണിക്ക് തന്നെ പള്ളിയിൽ പോയിട്ടുണ്ട്. പിന്നെ ഉമ്മാൻ്റെ അടുത്ത് വാപ്പാൻ്റെ അടുത്ത് ഖബറിൻ്റെ അങ്ങോട്ടൊക്കെ പോയിട്ട് മൂപ്പര് വരുള്ളൂ. 2 മണിയാവട്ടെ വെള്ളിയാഴ്ച എഴുത്തണമെങ്കിൽ ഉമ്മയും വാപ്പയും കാത്തൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അപ്പോൾ 2 ആളെടുത്ത് പോയി തോർന്നിട്ടൊക്കെ വരുള്ളൂ. അപ്പോഴേക്കും ഞാൻ ബിരിയാണിയൊക്കെ ദമ്മ് പൊളിച്ച് മേശപ്പുറത്ത് ഒക്കെ വിളമ്പി വെക്കാമെന്ന് കരുതി. അപ്പോൾ അത് ദമ്മ് ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതും അവിടെ കാവിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ പീസ് എനിക്ക് വേണം, ഈ പൈസ എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അതായത് നമ്മൾ ഇച്ചിരി ഉണ്ടാക്കിയിട്ടുള്ളത് ആ പാത്രത്തിൽ ഇത്തിരി വെള്ളം കേട്ടോ. എനിക്ക് അത് ദമ്മ് പൊളിച്ചപ്പോൾ റബ്ബ് ചെയ്ത് തികയോ എന്നൊക്കെ തോന്നി. പിന്നെ നോക്കിയപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇന്ന് ഫ്രിഡ്ജിക്ക് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാനും ഇച്ചിരി തിന്ന് കുറച്ച് ചോറ് ഞാൻ തിന്ന്. ബിരിയാണീൻ്റെ മണമൊക്കെ ഇങ്ങനെ ഇട്ടപ്പോൾ എനിക്ക് ഞാനാണെങ്കിൽ രാവിലെ അങ്ങനെ ഒന്നും തിന്നിട്ടില്ല, കണ്ടിട്ടുണ്ടാവും. ആ ഒരു വെള്ളം കുടിച്ചിട്ട് പിന്നെ വെള്ളം കുടിച്ചപ്പോൾ ഞാൻ കുറച്ച് ബദാമും ഒരു അത്തിപ്പഴം കഴിച്ച അത്തിപ്പഴം ഞാൻ നീനുവിന് കൊണ്ടുപോകാൻ കുറച്ച് നട്ട്സും അത്തിപ്പഴം ഈ ബദാമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇവിടെ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പം അതും പിന്നെ ബദാമുമാണ് ഞാൻ രാവിലെ ചായക്ക് കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒന്നും കഴിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, വെറുതെ കുറേ പണികളുണ്ടായിരുന്നു. മുറ്റമൊക്കെ അടിച്ചു വാരി തുടച്ചു, അങ്ങനെയൊക്കെയുള്ള കുറേ പണികളുണ്ടായിരുന്നു. ആ പണികളുള്ളതുകൊണ്ട് തന്നെ പണികളുണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ ഫുഡിൻ്റെ അടുത്തൊക്കെ അങ്ങനെ പോകില്ലല്ലോ, വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ ഓരോന്ന് കഴിക്കാൻ തോന്നുക. അപ്പോൾ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നല്ല വിശപ്പ് തോന്നിയപ്പോൾ ഞാനും അല്ലേ ബിരിയാണി കഴിച്ചു കേട്ടോ. അപ്പം ബിരിയാണിയൊക്കെ വിളമ്പിയപ്പോൾ എന്താ മൂപ്പർ എത്തിയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ മൂപ്പർ ഷർട്ടൊക്കെ ഇട്ട് വന്നു കേട്ടോ. മടിയാണ് വീഡിയോയിൽ കാണുമ്പോൾ പിന്നെ നീ കുപ്പായ ഇടാൻ നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ മൂപ്പർ ഫ്രണ്ട്സൊക്കെ വീഡിയോ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പോകുമ്പോൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ പറയുന്നുണ്ട് എൻ്റെ പെണ്ണുങ്ങളെ വീഡിയോ കാണലുണ്ട്, എന്താ പറയുക യൂട്യൂബ് ചാനലിൽ വ്ളോഗൊക്കെ കാണലുണ്ട്, നല്ല രസമുണ്ട് എന്നൊക്കെ പറയലുണ്ട് മൂപ്പരോട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഷർട്ടൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ അവിടെ വിളമ്പി
വെച്ച് പിന്നെ കുടിക്കാൻ ഒരു വലിയൊരു കോപ്പ വെള്ളമാണ് കേട്ടോ ഇവിടെ. കാരണം അത്രയും ചൂടൊക്കെ ആയതുകൊണ്ട് എന്നോട് പറയും ചെറിയ കോപ്പയിലൊന്നും വെള്ളം തന്നിട്ട് കാര്യമില്ല, അത്യാവശ്യം നല്ല വലിയ കോപ്പയിൽ തന്നെ വെള്ളം എടുത്തോന്ന്. ഞാൻ കുടിക്കാറില്ല, രാവിലെ ആ കോപ്പയിൽ തന്നെ മൂപ്പർക്കും വെള്ളം വേണ്ട. പിന്നെ ഇതുമുന്നൊരു കുഞ്ഞു കോപ്പയിലും വെള്ളം കൊടുത്തു. ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാണ് കഴിച്ചത്. അധികമൊന്നും കഴിച്ചിട്ടില്ല, ഇച്ചിരി ചോറും ഈ ഒരു ചോറും തൈരും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ചിക്കനുമാണ് എടുത്തിട്ട് മസാല ഈ കാണുന്നത് തന്നെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് കഴിച്ച് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ഇതായിരുന്നു. പിന്നെ ഇനി രാത്രി കഴിക്കാമെന്ന് ചോറ് കഴിച്ചപ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, ഇനി നമ്മളിപ്പോൾ കുറഞ്ഞ വെയിറ്റ് കൂടുമോ എന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷേ ബിരിയാണി ഉണ്ടോ അങ്ങനെ ഒരു ബിരിയാണിയുടെ ഒരു ലുക്കൊന്നുമില്ല എനിക്ക് ഉണ്ടാക്കാൻ. കുറച്ചുണ്ടാക്കുമ്പോൾ എന്തൊക്കെയോ മല്ലിച്ചപ്പൊക്കെ കിട്ടപ്പോൾ എന്നൊക്കെ ഒരു തട്ടിക്കൂട്ട് ആക്കിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ഒരു 4-4:30 ഞാൻ നല്ലൊരു കപ്പ് ചായ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ പറയണ്ടല്ലോ, എന്താ പറയുക, രാവിലെ പിന്നെ ഞാൻ ചെറിയൊരു കുഞ്ഞു കപ്പ് ചായയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം ഞാൻ ഉച്ചയ്ക്ക് ശേഷം ചോറൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകിയിട്ട് കുറേ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എഡിറ്റ് ചെയ്തു. പിന്നെ അതിനൊക്കെ നിന്നതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഒരു ഭയങ്കര ദാഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരം നല്ലൊരു കോപ്പ ചായ കുടിച്ചു. അതിന് ശേഷം രാത്രി നമ്മൾ ഒരു 6 മണിയൊക്കെ ആയ സമയത്താണ് കേട്ടോ ഞാൻ പിന്നെ കഴിച്ചത്. രാത്രി ആയിട്ടില്ല, ഒരു 6 മണിയൊക്കെ ആയ സമയത്ത് കുറച്ച് ബിരിയാണിത്തെ മസാലയും പിന്നെ 2 മുട്ട പൊരിച്ചതും കഴിച്ച് ഞാൻ ഇന്നത്തെ ഫുഡ് ഇവിടെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വാട്ട് ഈറ്റിൻ്റെ എന്ന് പറയല്ലേ, ഇതാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നാളെ വെയിറ്റ് ഞാൻ നോക്കുന്നില്ല കേട്ടോ. 1.5 ദിവസം നമുക്ക് വെയിറ്റ് നോക്കാം. നാളെ തന്നെ നോക്കുന്നില്ല. അപ്പം എന്നാലല്ലേ എന്തെങ്കിലുമൊക്കെ മാറ്റം കാണുള്ളൂ. നീനു പിന്നെ അവിടെ എത്തിയിട്ട് വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ അവിടെ എത്തിയ പാടെ വിളിക്കും, പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ വിളിക്കും, പിന്നെ എനിക്ക് ഫോട്ടോ അയച്ചുതരും. എന്താ പറയുക, അവിടെ ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ അയച്ച് ഇട്ടേ കയറുള്ളൂ. ഫുഡ് കഴിച്ചത് എന്താണെന്നൊക്കെ അപ്പം എനിക്ക് ഫോട്ടോ അയച്ചു തരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ അങ്ങനത്തെ മിസ്സിങ്ങോ കാര്യങ്ങളെല്ലാം ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച വരുമല്ലോ, അപ്പം കാണാമല്ലോ എന്നൊക്കെയുള്ള സമാധാനത്തിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നാളെ നമ്മൾ വെയിറ്റ് നോക്കില്ല കേട്ടോ. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.